ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. FB പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ നടത്തിയ വാക്കത്തോൺ, അത് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന വാക്കത്തോണാണ്. നമ്മളതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തിരുന്നു. ആ വാക്കത്തോണെ പ്രശംസിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പോസ്റ്റ് കണ്ടത്. ഈ മയക്കുമരുന്ന് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹിക വിപത്തിനെ നേരിടുമ്പോൾ കക്ഷി രാഷ്ട്രീയം പ്രശ്നമല്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനം വന്നു. കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്ന് നമുക്കറിയാം. ഈ കാര്യത്തിൽ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ധീരമായൊരു നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ഒന്നിച്ചു പൊരുതുക, അതിൽ അണിചേരാൻ പറ്റുന്ന ആളുകളെല്ലാം സംഘടിപ്പിക്കുക. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുന്നത്. അതെന്തായാലും നന്നായി. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വയോധിക ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണത്തിൽ തെളിവ് നൽകാനാണ് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. ഡിജിറ്റൽ വോട്ടർ റോൾ നൽകിയിട്ടില്ല എന്ന രാഹുലിൻ്റെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിൽ കുറ്റപ്പെടുത്തി. ആരോപണത്തിൽ പൊതുജന പിന്തുണ തേടി കോൺഗ്രസ് പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തി പോരാട്ടം തുടങ്ങിയ രാഹുൽ പ്രചാരണത്തിന് പൊതുജന പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത്. ഇതിനായി vote.in എന്ന വെബ്സൈറ്റും തുറന്നു. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങി കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന പാർട്ടികളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നേട്ടമാകും. നാളെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇന്ത്യ സഖ്യം MPമാർക്ക് അത്താഴ വിരുന്ന് നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തുന്ന പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യപ്രഖ്യാപനമാകും. ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ട്. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള നടപടികളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതിനിടെ വാർത്താ സമ്മേളനത്തിൽ ശകുൻ റാണി എന്ന സ്ത്രീ ഇരട്ട വോട്ട് ചെയ്തുവെന്ന ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുലിന് നോട്ടീസ് നൽകി. പേരിലും ഫോട്ടോയിലും കൃത്രിമം നടത്തി ശകുൻ റാണി എന്ന വയോധിക ഇരട്ട വോട്ട് ചെയ്തുവെന്നായിരുന്നു ആരോപണം. അതിനിടെ ഡിജിറ്റൽ വോട്ടർ റോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ലെന്ന ആരോപണത്തിൽ മറുപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് വോട്ടർ റോൾ ഡൗൺലോഡ് ചെയ്യാമെന്നും ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതിനിടെ രാഹുലിന്റെ ആരോപണത്തിന്റെ ചുവട് പിടിച്ച് കർണാടക സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ സന്ദർശനം നടത്തുന്ന ദിവസമാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. തെറ്റായ വോട്ടർ പട്ടിക പുറത്തുവിട്ട് രാഹുൽ ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചു. അജീഷ് ജയകുമാർ, 24, ഡൽഹി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പേരുള്ള പോര് കടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി NCP നേതാവ് ശരത് പവാറും രംഗത്ത് വന്നു. പ്രതിപക്ഷത്തിന് 160 സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ തന്നെ സമീപിച്ചെന്നും താനും രാഹുൽ ഗാന്ധിയും ഇത് നിരസിച്ചെന്നുമാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇത്രയും നാൾ എന്തുകൊണ്ട് ഇക്കാര്യം മറച്ചുവെച്ചു എന്ന മറുചോദ്യമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം എല്ലാവരും കണ്ടതാണ്, രാജ്യം മുഴുവൻ കണ്ടതാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ ശകുൻ റാണിയുടെ പേര് 2 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. ഇത് ഫോം 6-ലൂടെയാണ് രണ്ടാമത്തെ വോട്ട് വന്നിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട. നാളെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ MPമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മറുപടി കിട്ടുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് പോവും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി NCP നേതാവ് ശരത് പവാർ രംഗത്ത് വന്നു. പ്രതിപക്ഷത്തിന് 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ സമീപിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശരത് പവാർ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടുപേർ തന്നെ ഡൽഹിയിലെത്തി കണ്ടു. 145 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 140 സീറ്റ് നേടിത്തരാം എന്നാണ് വന്നുകണ്ട രണ്ടുപേരുടെ വാഗ്ദാനം. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെയും അറിയിച്ചു. രണ്ടുപേരെയും രാഹുൽ ഗാന്ധിക്ക് മുന്നിലുമെത്തിച്ചു. എന്നാൽ ഈ വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും ഒരുമിച്ച് നിരസിച്ചെന്നാണ് പവാറിന്റെ വെളിപ്പെടുത്തൽ.
എന്നാൽ പവാർ എന്തുകൊണ്ട് ഇത്രയും കാലം ഇക്കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് അതിന് മുതിർന്നില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചോദിച്ചു. വോട്ടർ പട്ടികയിൽ വെട്ടിനിരത്തൽ നടന്നെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അഭിമുഖം പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടേറ്റിവാറും ഇന്ന് പങ്കുവച്ചു. വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളായ ശരത് പവാർ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുന്നത്. BJPയുടെ മറു ചോദ്യങ്ങൾക്ക് ശരത് പവാറിന്റെ മറുപടിയാണ് ഇനി അറിയേണ്ടത്. ഒഡീഷയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. പാലക്കാട് കൽപ്പാത്തിയിൽ കത്തിക്കുത്ത് നടന്നു. പെൺ സുഹൃത്തിനെ ശല്യം ചെയ്തു എന്നാരോപിച്ച് ആൺ സുഹൃത്തും കൂട്ടുകാരുമാണ് 4 പേരെ കുത്തി പരിക്കേൽപ്പിച്ചത്. 4 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഈ അപകടം നടന്ന അല്ലെങ്കിൽ കത്തിക്കുത്ത് അരങ്ങേറിയ സ്പോട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ, എന്തായിരുന്നു ഇങ്ങനെ ഒരു കത്തിക്കുത്ത് അരങ്ങേറാൻ പ്രകോപനമായി മാറിയത്? ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൽപ്പാത്തിയിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതാ ഈ വശത്ത് വെച്ച് ഇവിടെ പൂക്കച്ചവടം നടത്തുകയായിരുന്നു ഷാജഹാൻ എന്നുള്ള ആൾ. ഈ സമയത്ത് 2 പെൺകുട്ടികളടക്കമുള്ള ഒരു സുഹൃത്തുക്കൾ അവർ കൂട്ടം ചേർന്ന് നടന്നു വരികയായിരുന്നു. ഈ സമയത്ത് ഈ ഒരു പൂക്കച്ചവടക്കാരൻ ഒരു കമന്റ് അടിച്ചു എന്നുള്ള ഒരു ആരോപണത്തെ തുടർന്നാണ് ഈ വഴക്കിനുള്ള ഒരു തുടക്കം ഉണ്ടാവുന്നത്. ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംസാരമാവുകയായിരുന്നു. ഈ സമയത്ത് പൂ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് ഈ പെൺകുട്ടികളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആൺ സുഹൃത്ത് ഈ ഷാജഹാനെ കുത്തുകയായിരുന്നു. ഒപ്പം ഷാജഹാന്റെ വയറിനാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഇത് കണ്ട് തൊട്ടടുത്ത കടയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായ വിഷ്ണു, അസീസ്, അതുപോലെ തന്നെ ഷമീർ ഇവരൊക്കെ ഇവിടെ വന്നത് തടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ 4 പേർക്കും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമാണ്. വിഷ്ണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ചോരപ്പാടുകളൊക്കെ തന്നെ കാണാം. പാലക്കാട് നോർത്ത് പോലീസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 4 പേരും പുതുപ്പരിയാരം ഭാഗത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഈ പൂ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് അടിച്ചു എന്നുള്ള ഒരു ആരോപണം മാത്രമാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രകോപനവും അത് പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭീതി ഈ പ്രദേശത്തെ ആകെ ഉണ്ടായിരുന്നു. കാരണം ക്ഷേത്രങ്ങളിലേക്കൊക്കെ നിരവധി ആളുകൾ വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. SK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൽപ്പാത്തിയിൽ കത്തിക്കുത്ത് എന്നാണ് വാർത്ത. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും ബജറംഗ് ദളിന്റെ ആക്രമണം ഉണ്ടായി. പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് മതപരിവർത്തനം ആരോപിച്ച് പ്രവർത്തകർ എത്തി. പാസ്റ്റർക്ക് മർദ്ദനമേറ്റതായി ആക്ഷേപം ഉയരുന്നു. റായ്പൂരിലെ കുക്കുബേദ മേഖലയിലാണ് സംഭവം. പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് മതപരിവർത്തനം ആരോപിച്ചെത്തിയ പ്രവർത്തകർ പാസ്റ്ററെയും ചില വിശ്വാസികളെയും മർദ്ദിച്ചതായും ആരോപണമുണ്ട്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ വീടിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. അതിനിടെ മലയാളി കന്യാസ്ത്രീകളെ തടഞ്ഞ സംഭവത്തിൽ ആദിവാസി പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. 24 ഡൽഹി. ഓക്കെ, നമ്മൾക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ രംഗത്ത് വന്നു. പ്രാർത്ഥനയല്ല, മതപരിവർത്തനമാണ് അവിടെ നടന്നത്. അതിനുള്ള തെളിവാണ് വൈദികരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ബൈബിളെന്നും ജ്യോതിർമയി നന്ദ 24നോട്. ഗംഗാധർ ഗ്രാമത്തിലെ ഒരു വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങവെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നതിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജ്യോതിർമയി നന്ദ ഉറച്ചു നിൽക്കുകയാണ്. हमारे पास पंचायत जो बेलोरा पंचायत में एक गांव गंगाधरपुर, उसी गांव में धर्म परिवर्तन. ആരോപണത്തിന് തെളിവെന്തെന്ന ചോദ്യത്തിന് കയ്യിലുണ്ടായിരുന്ന ബൈബിളാണ് തെളിവെന്നായിരുന്നു വിചിത്ര മറുപടി. फिर हम लोग पूछा प्रार्थना क्यों करने के लिए, आपका बैग में क्या है? ना बाइबल है. സംഭവ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ മാറി കട നടത്തുകയാണ് ജ്യോതിർമയി നന്ദ. ശ്രീരാമസേനയുടെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ബജ്രംഗ് ദളിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ സനാതന മത സംരക്ഷകനാണെന്നായിരുന്നു മറുപടി.
വൈദികരെ ആക്രമിച്ച അക്രമി സംഘത്തിന്റെ വാദങ്ങൾ തുടക്കത്തിലെ വിചിത്രമാണ്. ബൈബിൾ കയ്യിൽ വെച്ചതുകൊണ്ട് മാത്രം മതപരിവർത്തനം നടത്തിയെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിഷേധമുണ്ടെങ്കിലും തൽക്കാലം നിയമ നടപടികൾക്കില്ല എന്നതാണ് സഭയുടെ നിലപാട്. ജാലേശ്വറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പത്തനംതിട്ടയിലെ സീതത്തോട്ടിൽ കാറിന് നേരെ ഒരു കാട്ടാന പാഞ്ഞെടുത്തു. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ അരമണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ടൂ വീലറിലൊക്കെ വണ്ടി ഓടിച്ച് വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ മുമ്പിൽ ഇങ്ങനെ ഒരു ആന ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ അടുത്തൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് നോക്കണം എന്തെങ്കിലുമൊക്കെ നിൽപ്പുണ്ടോ എന്നുള്ളത്. നടു റോഡിൽ തന്നെ നിൽക്കുക. പണ്ടൊക്കെ ആന ഒഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആനയ്ക്കും അതിൻ്റെ ആവശ്യമില്ല, പബ്ലിക് റോഡിൽ നിൽക്കുക എന്നുള്ളത്. എന്താ ചെയ്യുക? എ വി ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, കുറച്ചധികം നേരം ഈ റോഡിൽ തന്നെ നിന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയോ? ഈ പത്തനംതിട്ട സീതത്തോട് ആങ്ങമൂഴി തുലാപ്പള്ളി ലാഹർ റോഡിലാണ് ഇത്തരത്തിൽ ആന ഒരു കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടായത്. അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. ഈ കാർ യാത്രികർ വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് കാട്ടാനയെ കണ്ടത്. അവർ അവിടെ ബ്രേക്ക് ഇട്ടു. പിന്നാലെ കാട്ടാന ഈ കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും കാർ യാത്രക്കാർ അത്ഭുതകരമായി തന്നെ വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം കുറച്ചുകൂടി മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരെ ആനയുടെ മുന്നിൽ പെടുന്ന സാഹചര്യമായിരുന്നു. ഈ ആന ഈ റോഡിൽ നിലയുറപ്പിച്ചതോടുകൂടി അരമണിക്കൂറോളം നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീടാണ് ആന കാട്ടിലേക്ക് മടങ്ങിയത്. ഇത് വനത്തിലൂടെ ഉള്ള ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറച്ച് കാലമായി സ്ഥിരമായി ഈ ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ വനത്തിൽ തീറ്റ കുറഞ്ഞതിന്റെയൊക്കെയാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഈ വനത്തിലൂടെയുള്ള ഈ റോഡിൽ ആനകളുടെ സാന്നിധ്യം കുറവാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. എന്തായാലും കാർ യാത്രികർ സുരക്ഷിതരാണ് എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ പത്തനംതിട്ടയെ സംബന്ധിച്ച് പൊതുവിൽ ഈ ജനവാസ മേഖലകളിലൊക്കെ തന്നെ കാട്ടാനകൾ ഇറങ്ങി നിരന്തരം പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. രാത്രി ഒന്ന് ഇരുണ്ട് കഴിഞ്ഞാൽ പുലർച്ചെ കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ കണ്ട് എണീക്കേണ്ട ഒരു സാഹചര്യം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് പൊതുവിലുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ നിരവധി കാട്ടാന ആക്രമണ വാർത്തകൾ ജനവാസ മേഖലയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ കാർ യാത്രികർ സുരക്ഷിതരാണ് എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ കാട്ടാൻ എന്തായാലും കാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. റോഡ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് പറയുന്നത് മോർണിംഗ് ഷോയുടെ സെറ്റ് മാറ്റണം. ഹരിഗോവിന്ദൊക്കെ പറയുന്നത് സെറ്റ് നല്ല ഗംഭീരമായിട്ടുണ്ട്. സെറ്റ് വേണമെന്ന് കണ്ടോളൂ, പുതിയ സെറ്റാണ്. അപ്പോൾ ഇത്തിരി വിശാലമായിട്ട് കാണിച്ചു കൊടുക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സെറ്റ് പ്രൈം ടൈമിൻ്റെ. ഇനി മോർണിംഗ് ഷോയുടെ സെറ്റല്ലേ, അത് നമുക്ക് മാറ്റിക്കളയാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മാറ്റിയാൽ പോരെ. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസ് ഇൻസ്പെക്ടറെ സഹപ്രവർത്തകൻ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജസിൻ മദ്യപിച്ചെത്തിയാണ് ഇൻസ്പെക്ടറായ സൂര്യനാരായണനെ മർദ്ദിച്ചു കളഞ്ഞത്. സൂര്യനാരായണന്റെ പരാതിയിൽ പോലീസ് ജസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരം MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതല്ലേ കൂടുതൽ ശരി? തീർച്ചയായും കീഴുദ്യോഗസ്ഥന്റെ മർദ്ദനമാണ് മേലുദ്യോഗസ്ഥൻ ഏൽക്കേണ്ടി വന്നത്. അത് മദ്യപിച്ചെത്തിയാണ് ഒരു അക്രമ സ്വഭാവം ഈ ഉദ്യോഗസ്ഥൻ തന്നെ കാണിച്ചതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. വർക്കല എക്സൈസ് ഓഫീസിലാണ് ഉദ്യോഗസ്ഥർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. ഈ ഓഫീസിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജസീൻ മദ്യപിച്ചെത്തുകയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഉദ്യോഗസ്ഥനായ സൂര്യനാരായണനുമായി വാക്കേറ്റമുണ്ടായ വാക്കേറ്റം പിന്നീട് ഈ സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരാണ് വർക്കല പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് വർക്കല പോലീസ് സ്ഥലത്തെത്തി ഈ പ്രിവന്റീവ് ഓഫീസർ ജസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അധികം വൈകാതെ ഈ മറ്റ് നടപടികളിലേക്ക്, കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മദ്യപിച്ചതിന് പിന്നാലെ ഉണ്ടായ ചില വാക്കുതർക്കമാണ് കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത് എന്നതാണ് വർക്കല പോലീസും പ്രാഥമികമായി നൽകുന്ന വിവരം. ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ നേരത്തെ മറ്റ് മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല എന്ന് സഹപ്രവർത്തകരും പറയുന്നുണ്ട്. മദ്യപിച്ചെത്തി ചില സംസാരം ഉണ്ടാവുകയും അത് പിന്നീട് ഒരു പ്രകോപനപരമായി ഒരു കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയും സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനാണ് എക്സൈസിലെ ഉദ്യോഗസ്ഥനാണ് മദ്യപിച്ചിട്ട് എക്സൈസിലെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥനെ കയറി മർദ്ദിച്ചത്. മദ്യപാനം പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പുലിവാൽ ഒപ്പിച്ച് കളഞ്ഞത് എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ചന്ദ്രൻ ചിറയിൽ പറയുന്നു, വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധിയെ എടുത്ത നിലപാടിനൊപ്പമാണ് ചിറയിൽ എന്ന് പറയുന്നു. ചിറയിൽ അവിടെ തന്നെ നിൽക്കുക.
ചുങ്കപ്രകരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ വളർച്ചയിൽ സർവാധികാരികൾക്ക് അസൂയയുണ്ടെന്നും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് ശ്രമമെന്നും വിമർശനമുയർന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അധിക തീരുവ ചുമത്തിയേക്കുമെന്ന സൂചന കൂടി ഈ നിമിഷത്തിൽ വരുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിമർശനം. ചില സർവാധികാരികൾ രാജ്യത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നു. വികസന വേഗത്തിൽ ഇവർ അസന്തുഷ്ടരെന്നും രാജ്നാഥ് സിംഗ്. कुछ लोग हैं जो भारत का विकास जितनी तेजी के साथ हो रहा है उन्हें रास नहीं आ रहा है, उन्हें अच्छा नहीं लग रहा है. सबके बास तो हम हैं. भारत कैसे इतनी तेजी के साथ बढ़ रहा है? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ ആരും വാങ്ങില്ലെന്ന് ഇക്കൂട്ടർ ധരിക്കുന്നു. വൻ ശക്തിയാവുന്നതിൽ ഇന്ത്യയെ തടയാൻ ആർക്കും ആവില്ലെന്നും പ്രതിരോധ മന്ത്രിയുടെ മറുപടി. തീരുവ വർദ്ധിപ്പിച്ചതിൽ US പ്രസിഡന്റിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം പ്രധാനമന്ത്രിയോ മറ്റ് BJP നേതാക്കളോ നടത്തിയിട്ടില്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി മറുപടി നൽകാനാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരുങ്ങുന്നത്. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. UAE ഷാർജയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് പിടിയിലായി. ഇന്ന് രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ സതീഷിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് C. പ്രതാപചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊല്ലം ജില്ലാ കോടതി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു. സതീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സതീഷിനെ വിട്ടയച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ടാണ് സതീഷിനെ പോലീസിന് വിട്ടയക്കേണ്ടി വന്നത്. ഇന്നു പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് സതീഷിനെ കൈമാറി. അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് കൂസലില്ലാതെ സതീഷിന്റെ മറുപടി. വെള്ളിയാഴ്ച സതീഷിന് കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ലെന്ന ഇടക്കാല ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ കുടുംബം. കുറ്റവാളിയായ ഇവനെ മദ്യത്തിനടിമയായി ഇവന് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികളെ രക്ഷപ്പെടാനാണ്. കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. 24 തിരുവനന്തപുരം. എന്തായാലും കുടുംബം ജാമ്യം റദ്ദാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്ത വന്നത്, സംസ്ഥാനത്തെ ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്തുകൊടുത്തു. ശുപാർശ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് എക്സൈസ് വകുപ്പ് മന്ത്രി പിന്നീട് പ്രതികരിച്ചത്. ഓൺലൈൻ വഴി മദ്യവിതരണം ആരംഭിച്ചാൽ 2000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഓൺലൈൻ ആപ്പിന്റെ നിർമ്മാണമടക്കം ബെവ്കോ പൂർത്തിയാക്കി. പദ്ധതിയോട് സ്വിഗ്ഗി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾ 23 വയസ്സ് പൂർത്തിയായ രേഖ ഹാജരാക്കണം. കരിഞ്ചന്ത വിൽപ്പന ഒഴിവാക്കാൻ വാങ്ങുന്ന മദ്യത്തിന്റെ പരിധി 3 ലിറ്റർ ആക്കും. ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഗവൺമെന്റ് അംഗീകരിച്ച ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. ആപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെലിവറി പാർട്ട്ണർ ഷോപ്പിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ ഡെലിവർ ചെയ്യുമ്പോൾ ഡെലിവറി വാങ്ങുന്ന വ്യക്തി 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവർ ചെയ്തിട്ട് തിരിച്ചു വരും. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നൊരു സമീപനം ഒരു കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തുചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നീക്കത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ ഭക്ഷണം ഓൺലൈനിൽ കൊടുത്താൽ മനസ്സിലാവും എന്തിനാണ് ഈ മദ്യം ഓൺലൈനിൽ കൊടുക്കുന്നത്. സർക്കാർ അതിന് മുൻകൈ എടുക്കുക. ഇതൊക്കെ തെറ്റാണ്. മദ്യത്തിൻ്റെ ഈ വ്യാപനം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. ബെവ്കോ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വയ്ക്കുന്നതാണ് നടപടിയെന്ന് KCBCയും വിമർശിച്ചു. ഓൺലൈൻ ഡെലിവറി കൂടി ആരംഭിച്ചാൽ 2000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഭാവിയിൽ സർക്കാർ അനുമതി നൽകിയാൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ബെവ്കോ. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24.
പാലക്കാട് നഗരമധ്യത്തിൽ CBI ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. ബ്യൂട്ടി പാർലർ ഉടമ സരിതയാണ് പോലീസിൽ പരാതി കൊടുത്തത്. ഡൽഹി CBIയിലെ ഉദ്യോഗസ്ഥ ചമഞ്ഞെത്തിയ സ്ത്രീ ഹെയർ ട്രീറ്റ്മെന്റിന് പണം നൽകിയില്ല. 7500 രൂപയാണ് പറ്റിച്ചു കളഞ്ഞത്. പോലീസ് പരാതി ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന സരിത 24 പരാതിപ്പെട്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി വിപിൻ സി വിജയൻ അല്പസമയത്തിനകം ചേരും. ആദ്യം നമുക്ക് ഈ പ്രതികരണം ഒന്ന് കാണാം. മകളുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ ബ്രൈഡൽ പാക്കേജ് വേണം. മാത്രമല്ല അവർക്കും മോൾക്കും ബൊട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റും വേണം. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് നമ്മളെന്നെ ഫസ്റ്റ് വന്ന് കാണുന്നത്. അതെ, CBI നിന്നാണ് എന്ന് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഞാൻ CBIയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അവരെ കണ്ടപ്പോഴും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്കതിൽ അവിശ്വസിക്കേണ്ടതായിട്ട് ഒന്നും തോന്നിയില്ല. നാളെ മോള് വരും, അപ്പോൾ എൻ്റെയും മോളുടെയും കൂടി ഒരുമിച്ച് അഡ്വാൻസും എല്ലാം കൂടിയിട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അവർ CBI ആണോ എന്ന് ഉറപ്പില്ല, അവരുടെ സ്ഥലം പാലക്കാടാണോ എന്ന് ഉറപ്പില്ല, ഒന്നും നമുക്ക് ഉറപ്പില്ല. പാലക്കാട് നിന്ന് വിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ, ഈ CBI ഉദ്യോഗസ്ഥരെ എവിടെയെങ്കിലും പിന്നെ കണ്ടോ? പിന്നെ എവിടെയും കണ്ടിട്ടില്ല. പോലീസാണെങ്കിൽ ഇതിലൊരു ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതുമാണ് ഈ സരിതയുടെ പരാതി. ഇത് പാലക്കാട് നഗരമധ്യത്തിലുള്ള ഒരു ബ്യൂട്ടി പാർലർ ഷോപ്പിൽ ഓഗസ്റ്റ് 1 ഈ സംഭവം നടക്കുന്നത്. ഈ ഹെയർ ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്തിയത്. ഒപ്പം തന്നെ മകളുടെ വിവാഹമുണ്ട് എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പാക്കേജിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ 7500 രൂപയുടെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതൊരു സംഭവം. ഒപ്പം തന്നെ ആ പോകുന്ന പോക്കിൽ അവിടെ ഉണ്ടായിരുന്ന മൊബൈലും ഇവർ എടുത്തിരുന്നു. ഈ മൊബൈൽ പിന്നെ കിട്ടുന്നതിന് വേണ്ടി തന്നെ സരിത പല പ്രാവശ്യം ഈ ഫോണിലൂടെ സംസാരിക്കുകയും സംസാരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയും പിന്നീട് മെസ്സേജുകൾ മാത്രമാണ് വരുന്നത്. അങ്ങനെ പലതവണ അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ പറയപ്പെടുന്ന വനിത ഈ ഫോൺ കൊടുക്കുന്നത്. പക്ഷേ പോലീസ് അപ്പോഴും ഈ പണത്തെ സംബന്ധിച്ചിട്ടൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവസാനമായിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു മെസ്സേജിൽ പറയുന്നത് നിങ്ങളുടെ ഈ ഹെയർ ട്രീറ്റ്മെന്റ് നടത്തിയത് അതിൽ തൃപ്തിയല്ല, അതുകൊണ്ട് തന്നെ ഇനി ആ പണം ഉണ്ടാകില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സരിത പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഇവർ ഡൽഹിയിലെ CBI ഉദ്യോഗസ്ഥയാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആണ്. കാരണം മൊബൈൽ എടുക്കുന്നു, ഈ പണം കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ദുരൂഹമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. താങ്ക് യു വിപിൻ സി വിജയൻ. എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ നമ്മുടെ ഔദാര്യം പറ്റാനോ നമ്മൾ തട്ടിക്കാനോ ആരെങ്കിലും വരുമ്പോൾ ഈ മിക്കവാറും CBIയിലേക്ക് ജോലി അവർ പറയില്ല. അപ്പോൾ അതായത് നമ്മളെ നേരായ വഴിക്ക് ഈ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരാളാണെങ്കിൽ, പണം കൊടുത്തൊക്കെ ഈ സർവീസ് വാങ്ങാൻ വരുന്ന ആളാണെങ്കിൽ അയാൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് മിക്കവാറും പറയില്ല. വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ CBI എന്ന് വരികയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കണം, എന്തോ അപകടമുണ്ട്. അപ്പോൾ ID കാർഡ് ചോദിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളോ അല്ലെങ്കിൽ കൃത്യമായി പൈസ ചോദിച്ചാലും CBIക്ക് നിങ്ങളുടെ പേരിൽ കേസെടുക്കാനൊന്നും കഴിയില്ല. കാര്യം സർവീസ് ചെയ്താൽ പ്രതിഫലം കിട്ടണം എന്നുള്ളത് സ്വാഭാവിക നീതിയാണല്ലോ. അതിൽ നിന്നും CBIക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. CBI അങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയുമല്ല എന്ന് മനസ്സിലാക്കുക. ക്രൈം നടന്നാൽ ക്രൈം അന്വേഷിക്കുന്ന ഏജൻസിയാണ് CBI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നെന്ന ആരോപണം UDFും LDFും കടുപ്പിക്കുന്നു. ഇപ്പോഴത്തെ ആരോപണം കാപട്യമെന്നാണ് BJP പറയുന്നത്. ഇതിനിടെ തൃശ്ശൂരിലെ ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് KSU പോലീസിൽ ഒരു പരാതി കൊടുത്തു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ UDFും LDFും ആരോപണമുയർത്തിയത്. വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു. എന്നാൽ ആരോപണം കള്ളമെന്നാണ് BJP പ്രതികരണം. ശ്രീ സുരേഷ് ഗോപി കൈവരിച്ച വലിയ വിജയത്തെ അപമതിപ്പിക്കാനും ആ വിജയം സമ്മാനിച്ച തൃശ്ശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സ്ഥലം MP-യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് KSU തൃശൂർ ജില്ലാ ഘടകം പോലീസിൽ പരാതി നൽകി. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂർ ഓഫീസിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. 24 തിരുവനന്തപുരം.
നമ്മുടെ ഷംസുദ്ദീൻ കമന്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്തുവാടെ ഈ 7500 രൂപയുടെ ഫേഷ്യൽ? എനിക്കും അറിയത്തില്ല കേട്ടോ. അത് 7500 രൂപയുടെ ഫേഷ്യൽ എന്തോ, നമുക്ക് ആ ചേച്ചിയോട് തന്നെ ചോദിക്കാം. എറണാകുളം ആലുവയിൽ 2 സ്കൂൾ കുട്ടികളെ കാണാതായി. കരുമാലൂർ മനക്കപ്പടി സ്വദേശികളായ നീരജ് പ്രേംകുമാർ, കാർത്തിക് സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. പറയൂ റാഫി, എന്താണ് ഉണ്ടായത്? വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ 2 കുട്ടികളെയും കാണാതായുള്ള വിവരം ലഭിക്കുന്നത്. ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് സൈക്കിളിലാണ് പുറപ്പെട്ട് പോയിരിക്കുന്നത്. ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയത് ഈ കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പണം സൂക്ഷിക്കുന്ന ഒരു പെട്ടി, അത് പൊട്ടിച്ച് അതിൽ നിന്നുള്ള പണം ഇവരുടെ കയ്യിലുണ്ട്. ആ പണവും ഉപയോഗിച്ചാണ് ഇവർ വീട്ടിൽ നിന്ന് പോയതെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടികൾ ഒരു കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ തങ്ങളെ അന്വേഷിക്കേണ്ട, തങ്ങൾ വീട് വിട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഈ കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആലുവ വെസ്റ്റ് പോലീസാണ്, ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഈ കുട്ടികളെ കാണാതായിരിക്കുന്നത്. ഒപ്പം തന്നെ ആലുവ നഗരത്തിലും ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. സൈക്കിളിലാണ് കുട്ടികൾ പോയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റോഡുകളിലും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലും ആലുവ ബസ് സ്റ്റാൻഡിലും എല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടി പരിശോധന നടത്തുന്നുണ്ട്. ആലുവ നഗരത്തിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്കും ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. നാട്ടുകാരും ഈ കുട്ടികൾക്കായുള്ള തിരച്ചിലിൽ നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളും കുട്ടികളെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ചെറിയ കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധിക ദൂരം പോയിട്ടില്ലാവില്ല എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആലുവ നഗരപരിധിയിലാണ് നിലവിൽ ഏറ്റവും പ്രധാന മേഖലയായി കണ്ടുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. SK, മറ്റൊരു അപകടത്തിന്റെ വാർത്ത കൂടി വരുന്നുണ്ട്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ആംബുലൻസിലെ രോഗിയും കാറിലുണ്ടായിരുന്ന വീട്ടമ്മയുമാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറഞ്ഞു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ മരിച്ചു. കൂനമൂച്ചി സ്വദേശി ആൻഡോയും ഭാര്യ പുഷ്പയുമാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പുഷ്പയും മരിച്ചു. 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൃതദേഹം കുന്നംകുളത്തെയും തൃശൂരിലെയും ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 തൃശൂർ. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയ്ക്കൊരു തുടർ വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ മൈലോട്ടുമൂഴി സ്വദേശി ബിജുവിനെ കണ്ടെത്തി. ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കള്ളിക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കൊത്ത് കാണാം. MG പ്രതീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഈ ആളെ എപ്പോഴാണ് കണ്ടെത്തിയത്? ആളിന് എന്തെങ്കിലും ശാരീരികമായ ആക്രമണം മൂലം പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കാരണം? SK, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തിയത്. വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം കള്ളിക്കാടുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ച ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. മൈലോട്ടുമൂഴി സ്വദേശി ബിജുവിനെയാണ് ഒരു 5-ലധികം വരുന്ന സംഘം പെട്രോൾ പമ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. ബിജു സഞ്ചരിച്ചിരുന്ന കാർ ഉൾപ്പെടെയാണ് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഈ പോലീസ് ഇവർക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെ ഈ നെടുമങ്ങാട് ടവർ ലൊക്കേഷൻ കണ്ടതിനെ തുടർന്നാണ് പോലീസ് പരിശോധന ഊർജിതമാക്കിയത്. പോലീസ് പിന്നാലെ എത്തുന്നുവെന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ യുവാവിനെ അവിടെ ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളഞ്ഞത്. ഈ കൊല്ലത്തുള്ള റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തട്ടിക്കൊണ്ട് പോയത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളാണ് ഈ ബിജു. ഈ യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാളിൽ നിന്ന് ബിജു പണം വാങ്ങിയിരുന്നു. ഈ പണം തിരികെ നൽകാത്തതും ജോലി ലഭ്യമാകാത്തതുമാണ് ഈ വൈരാഗ്യത്തിന് പിന്നിലെന്നാണ്
ഉണ്ടെന്നാണ് നിലവിൽ പോലീസ് പ്രാഥമികമായും ലഭ്യമാകുന്ന വിവരം. ഈ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബിജുവിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ ബിജുവിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തുമെന്ന് കാട്ടാക്കട പോലീസ് അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലിന് വഴിവെച്ചത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ച് പോലീസിന് പ്രാഥമികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് കാട്ടാക്കട പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും തകർന്നുപോയ ഉത്തരാഖണ്ഡിലെ ധരാലിയിലെ നേർക്കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. 30 കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിൽ നമ്മുടെ വാർത്താ സംഘം ധരാലിയിൽ എത്തിച്ചേർന്നു. ഈ യാത്ര എത്ര ദുസ്സഹമായിരുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? ബൽറാം നെടുങ്ങാടിയും നമ്മുടെ ക്യാമറമാൻ ജോഗേഷ് സിംഗും പിന്നിട്ട വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. വളരെ കഠിനമായിരുന്നു ആ യാത്ര. ആ കാഴ്ചകളിലേക്കും ആ അനുഭവങ്ങളിലേക്കും നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. ഈ മാസം 5-നുണ്ടായ മിന്നൽ പ്രളയം ധരാലിയെ തുടച്ചെടുക്കുക മാത്രമല്ല, സഹായം പോലും എത്തിക്കാനാകാത്ത വിധം പുറം ലോകവുമായി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ധരാലിയിൽ നിന്നും ജീവൻ മുറുകെ പിടിച്ച് തിരികെ ഓടിയെത്തിയ ജനങ്ങൾ അവർ മടങ്ങിപ്പോയ വഴി, അതുവഴിയാണ് 24 സംഘം യാത്ര ആരംഭിക്കുന്നത്. കുത്തിയൊലിക്കുന്ന നദിക്കു കുറുകെ 3 മരത്തടികൾ അടുക്കി വെച്ച് അതിലൂടെയാണ് ജീവൻ കൂട്ടിപ്പിടിച്ച് അവർ തിരികെ കരകയറിയത്. ഗംഗാഗ്നിയിൽ നിന്ന് 3 കിലോമീറ്റർ നടന്നാണ് തകർന്ന ലിംജാഗഡ് പാലത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ചെങ്കുത്തായ മലയിറക്കം. വഴുക്കൽ നിറഞ്ഞ ഉരുളൻ കല്ലുകളിലൂടെ ഊർന്നിറങ്ങിയാൽ കുത്തിയൊലിക്കുന്ന പുഴ. ചെങ്കുത്തായ മലമുകളിലെ നാഗാദേവതാ മന്ദിർ വഴി തകർന്ന പാലത്തിനപ്പുറം റോഡിലേക്ക് 7 കിലോമീറ്റർ കാൽനടയാത്ര. പാതയിൽ താഴേക്ക് പതിക്കുന്ന കല്ലുകൾ, പാടെ ഇല്ലാതായ റോഡുകൾ. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാലും ഒട്ടേറെ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ ഒരു റോഡ് തകർന്നതാണ്. റോഡിന്റെ ഒരാൾക്ക് നടക്കാൻ കഷ്ടി ഒരടി വെച്ച് നടക്കാനുള്ള ഇടം ഒഴികെ ബാക്കി മുഴുവനായും കുത്തിയൊലിക്കുന്ന നദി കൊണ്ടുപോയിരിക്കുന്നു. ഹർഷിലിൽ നിന്ന് 5 കിലോമീറ്റർ കുന്നു കയറി ഇറങ്ങിയാൽ ദുരന്തഭൂമിയായ ധരാലി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയം കടന്ന ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണും ചളിയും ഉരുളൻ കല്ലുകളും വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു, മനുഷ്യർ ജീവിച്ചിരുന്നു. അവരുടെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി നിൽക്കുന്നില്ല. ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യം തുടരുകയാണ് NDRF ഉൾപ്പെടെ വിവിധ സംഘങ്ങൾ. ഗംഗോത്രിയിൽ നിന്ന് റോഡ് നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമവും പുരോഗമിക്കുകയാണ്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇത്രയധികം കാഠിന്യമൊക്കെ നേരിട്ടാണ്, ഇത്രയധികം ദുസ്സഹമായ സാഹചര്യം പിന്നിട്ടാണ് നമ്മുടെ ക്യാമറമാൻ ജോഗേഷ് സിംഗും ബൽറാം നെടുങ്ങാടിയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ധരാലിയിലെത്തിയത്. അവിടെ നിന്നുള്ള നേർക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവരെടുത്ത സാഹസികത. 30 കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിലാണ് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. എന്തായാലും അവർക്ക് കൺഗ്രാജുലേഷൻസ്. താര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നടി ശ്വേതാ മേനോനെ പിന്തുണച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സ്ത്രീകൾ നേതൃരംഗത്തേക്ക് വരണമെന്നും ശ്വേതാ മേനോനെതിരായ കേസിന് കാരണം സിനിമാ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ നടനും നിർമ്മാതാവുമായ വിജയബാബുവും രംഗത്തു വന്നു. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം ബാക്കി. ഇതിനിടെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയും കേസും. ശ്വേതയ്ക്ക് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. കേസ് നിലനിൽക്കില്ല, മത്സരത്തിൽ നിന്ന് ശ്വേത ഒഴിവാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമെന്നും മന്ത്രി. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മികച്ച ഒരു നടിയാണ് അവർ. ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടായിരിക്കാം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനോടൊരു കാരണവശാലും ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനിടെ നിർമ്മാതാക്കളുടെ സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാൻ ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻ ബാനർ ചൂണ്ടിക്കാട്ടിയ സാന്ദ്ര തോമസിനെ പൂർണ്ണമായും തള്ളി നടനും നിർമ്മാതാവുമായ വിജയ് ബാബു രംഗത്തെത്തി. 2016 രാജിവെച്ചു പോയ സാന്ദ്ര ഫ്രൈഡേ കമ്പനിയുടെ അവകാശം ഉപയോഗിച്ച് മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നതിന്റെ അടിസ്ഥാനമെന്തെന്ന് വിജയ് ബാബു ചോദിച്ചു. എല്ലാ സിനിമകളുടെയും സെൻസറിംഗ് ക്രെഡിറ്റ് തനിക്കുണ്ടെന്നാണ് സാന്ദ്രയുടെ മറുപടി. പരിശോധിക്കേണ്ടത് കോടതിയെന്നും സാന്ദ്ര. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി.
പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വന്ന ഒരു പ്രധാന പ്രതികരണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കുറേ നാളായി ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വൈദ്യുത മന്ത്രി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് വൈദ്യുത നിരക്ക് കൂടുമോ എന്നായിരുന്നു ചോദ്യം. നിരക്ക് കൂട്ടില്ല എന്ന് മന്ത്രി കെ ശിവൻകുട്ടി പറഞ്ഞു. ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല. വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചെന്നും ജനങ്ങൾക്കിനി ആശങ്കയുടെ കാര്യമില്ലെന്നും മന്ത്രി 24-നോട്. നമ്മൾ ഈ ലോഡ് ഷെഡിംഗ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? ഇല്ല അത് മേക്കപ്പ് ചെയ്യും. എങ്ങനെയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ഏർപ്പാട് ഇതിന്റെ റെഗുലേറ്ററി കമ്മീഷന്റെ പെർമിഷൻ കിട്ടുന്നതാണ് വിശ്വാസം. വൈദ്യുതി കൂട്ടാനുള്ള ഒരു നീക്കമൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചിട്ടില്ല. ഇല്ല ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുണ്ടാവും? ഉണ്ടായില്ല. ആശങ്ക വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വൈദ്യുത നിരക്ക് കൂട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. അതുപോലെ ലോഡ് ഷെഡിങ്ങും ഉണ്ടാകില്ല എന്നതും വ്യക്തമായി. ഇനി ആശ്വാസമായി. അപ്പോൾ ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.